ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ഞെട്ടിക്കുന്ന തോൽവി. സൺറൈസേഴ്സ് ഹൈദരാബാദാണ് 6 വിക്കറ്റിന് ചെന്നൈയെ പരാജയപ്പെടുത്തിയത്. സ്വന്തം ഹോം ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിന് ഹൈദരാബാദ് തകർത്തത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈക്ക് ആദ്യമേ രച്ചിൻ രവീന്ദ്രനെ നഷ്ടമായി. പിന്നാലെ ബാറ്റർമാരുടെ മെല്ലെ പോക്ക് ചെന്നൈ ഇന്നിംഗ്സിനെ പിന്നോട്ട് വലിച്ചെങ്കിലും ശിവം ദുബെയുടെ അതിവേഗ 24 പന്തിൽ 45-ഉം ജഡേജയുടെ 23 പന്തിൽ 31 ഫിനിഷിംഗുമാണ് 165 എന്ന താരതമ്യേന ആവറേജ് ടോട്ടൽ ചെന്നൈക്ക് സമ്മാനിച്ചത്. വലിയ ടോട്ടലിലേക്ക് പോകുമെന്ന് ചെന്നൈ വിചാരിച്ചെങ്കിലും സൺറൈസേഴ്സ് ബോളർമാരുടെ അച്ചടക്കമാണ് ചെന്നൈയെ 165-ന് പിടിച്ചുകെട്ടിയത്. ഭുവനേശ്വർ കുമാർ അടക്കം മികച്ച രീതിയിൽ പന്തെറിഞ്ഞ മത്സരത്തിലായിരുന്നു അത്. മറുപടി ബാറ്റിംഗിലാകട്ടെ തുടക്കത്തിൽ തന്നെ ആക്രമിച്ച് കളിക്കാൻ സൺറൈസേഴ്സ് ഹൈദരാബാദിന് സാധിച്ചു. 12 പന്തിൽ 37 റൺസാണ് അഭിഷേക് ശർമ്മ നേടിയത്. 36 പന്തിൽ 50 റൺസ് നേടി എയ്ഡൻ മാർക്രമും വരവറിയിച്ചു. ട്രാവിസ് ഹെഡ് 31 റൺസ് നേടി. ഷബാസ് അഹമ്മദും ക്ലാസിനുമെല്ലാം അവസാന റണ്ണൊഴുക്കം നേടിയ താരങ്ങളുമായി. ചെന്നൈ ബോളർമാരിൽ ദീപക് ശഹറും മുകേഷ് ചൗധരിയും തുഷാർ ദേശ്പാണ്ഡെയും അടക്കമുള്ളവർ റൺസ് വാങ്ങിയതാണ് മത്സരത്തിൽ ചെന്നൈക്ക് വലിയ തിരിച്ചടിയായതും. സ്പിന്നർ ബാർ താരതമ്യേന മികച്ച രീതിയിൽ എറിഞ്ഞെങ്കിലും മറ്റെല്ലാവരും തല്ലുകുളിയായപ്പോഴാണ് ചെന്നൈക്ക് 18.1 ഓവറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് വിജയം കാണുകയായിരുന്നു. തുടർച്ചയായിട്ടുള്ള 2ാം മത്സരമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെടുന്നത്. പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്താണ് 4 മത്സരങ്ങളിൽ നിന്ന് 2 വിജയമായി സൺറൈസേഴ്സ് ഹൈദരാബാദ് ഉള്ളത്. ചെന്നൈ ആകട്ടെ അതേ 4 മത്സരങ്ങളിൽ നിന്ന് 2 വിജയമായി 3ാം സ്ഥാനത്ത് തുടരുകയാണ്. വരും മത്സരങ്ങൾ തീപാർന്ന പോരാട്ടം തന്നെയാണ് ഇരു ടീമുകളെയും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും അപ്രതീക്ഷിത പരാജയത്തിൽ നിന്നും ചെന്നൈ മറികടക്കുമെന്ന് കണ്ടു തന്നെ അറിയാം.